നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവിലെ ആറ്റിൽ വീണ് മരണപ്പെട്ട നിലമേൽ സ്വദേശി മുജീബിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവ് സ്വദേശി മനോജ് അറസ്റ്റിൽ. അതിലേ പോ. കഴിഞ്ഞ ദിവസം നിലമേൽ സ്വദേശിയായ, അതായത് ഉത്രാട ദിവസം 14/9/2024 മുജീബ് എന്നയാൾ കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായിട്ട് ഒരു വിവരം കിട്ടി. നമ്മൾ സ്ഥലത്ത് നിന്ന് ഫയർഫോഴ്സിനൊക്കെ അറിയിച്ചു. അവസാനം സ്കൂബ ടീമൊക്കെ എത്തി ബോഡി കരയ്ക്കെത്തിച്ചു. പിന്നീട് അന്വേഷണത്തിലാണ് ഈ മുജീബ് നിലമേൽ സ്വദേശിയാണെന്ന്, അയാൾ മുൻപ് വിദേശത്തായിരുന്നു. അയാളുടെ ആദ്യ വിഭാഗം ഒക്കെ വേർപെടുത്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് കുളത്തൂപ്പുഴ റോസ്മല സ്വദേശിയായ ഒരു സ്ത്രീയുമായിട്ട് പരിചയപ്പെട്ടു. പിന്നീട് അവർ വാടകയ്ക്ക് കുളത്തൂപ്പുഴയൊക്കെ താമസിച്ചിരുന്നു. ഈ മുജീബ് തടിപ്പണി ഒക്കെ ചെയ്ത് വരുന്ന ആളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത് 14 ഉത്രാട ദിവസം രാവിലെ 9 മണിയോടെ ഇയാളുടെ സുഹൃത്തായ ഒരു സുൽഫിക്കർ, മുജീബിൻ്റെ സുഹൃത്തായ സുൽഫിക്കറുമായിട്ട് മദ്യപിക്കുന്നതിനായിട്ട് ഈ നെടുവന്നൂർ കടവിൽ പാലത്തിൻ്റെ അടിയിലെത്തി. ആ സമയത്ത് അവിടെ തന്നെ ഈ മറ്റ് 3 പേര്, അതായത് ഒരു മനോജ്, അജയൻ, ഒരു രാജൻ, കാക്കരാജൻ എന്ന് വിളിക്കുന്ന രാജനും കൂടെ അവിടെ ഇവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ മദ്യപിക്കുന്ന സമയത്ത് തന്നെ ഈ മനോജുമായിട്ട് ഈ മുജീബ് വാക്കുതർക്കത്തിലേർപ്പെടുകയും അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വെച്ച് തന്നെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ഇവർ രണ്ടുപേരും ഈ കല്ലടയാറ്റിലേക്ക് മറിഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് പോവുകയും പിന്നീട് രണ്ടുപേരും തിരിച്ച് കരയ്ക്കോട്ട് നീന്തി വന്ന സമയത്ത് വീണ്ടും ഈ മുജീബ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുകയും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന, അന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഈ സുൽഫിക്കറെ, രാജനെ, അജയൻ, മനോജ് ഇവരെല്ലാം നമ്മൾ ചോദ്യം ചെയ്യുന്നതിനായി വരുത്തി. അപ്പോൾ അവരിൽ നിന്ന് കടഞ്ഞ കൺഫഷനകത്തൊക്കെയാണ് ഈ മനോജുമായിട്ടുള്ള പിടിവലിക്കിടയിലാണ് ഈ മുജീബ് വീണതെന്നും പിന്നീട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം പരിശോധനയൊക്കെ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഓരോന്നും പരിശോധനയിലൊക്കെ അത് ഈ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ മനോജിനെ നമ്മൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മറ്റ് നിയമനടപടിക്കായിട്ട് മറ്റ് നിയമനടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ മനോജിനെ നമ്മൾ മജിസ്ട്രേറ്റിന് മുമ്പായി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുള്ള നടപടി സ്വീകരിക്കുക. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.